ഗുഡ് ഈവനിങ്. സോ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആയ കോൺടിബ എ ഹീറോ, ഈ ചാപ്റ്ററിനകത്ത് എന്താണ് വരുന്നത് നോക്കാം. അപ്പോ ഫ്രം ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് വി ഫീൽ ലൈക്ക് എ ഹീറോ, എന്തോ ഒരു ഹീറോയിസം ഈ ടെക്സ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ സ്റ്റോറിക്കകത്ത് നടന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. എന്തോ ഒരു എന്താ പറയാ, ഒരു എക്സ്ട്രാ ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഹീറോ എപ്പോഴാവുന്നത്, ഒരു വ്യക്തി എപ്പോഴാ ഹീറോ ആവുന്നത്? ആളുടെ കഴിവിനും ഉപരി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഹീറോ ആവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഫിലിമിലൊക്കെ ഒരുപാട് ഹീറോകളെ കാണുന്നതാണ്, മോഹൻലാൽ, മമ്മൂട്ടി പോലെയുള്ള ഒരുപാട് ആളുകളെ കാണുന്നതാണ്. അപ്പൊ അതുപോലെ എന്തോ ഒരു ഹീറോയിസം ഈ സ്റ്റോറിക്കകത്തുണ്ട്. എന്താണെന്ന് നോക്കാം കേട്ടോ. കോൺടിബ, കോൺടിബ എന്താന്ന് നമുക്കറിയില്ല. ഒരു പേരാണോ, ഒരു സ്ഥലപ്പേരാണോ, ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഐ എം ഷുവർ യു വിൽ അഗ്രി ദാറ്റ് വി ഓൾ ഫേസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് പ്രോബ്ലംസ്. നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ്. ഹൗ ഡു യു ഡീൽ വിത്ത് ദം? ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? ഡു യു ഫീൽ ഡിഫീറ്റഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടോ? സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടോ? ഓർ യു കൺസിഡർ വേരിയസ് പോസിബിലിറ്റീസ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ്? അതല്ലാതെ പരാജയപ്പെട്ടു എന്ന് തോന്നാതെ പുതിയ പുതിയ വഴികൾ അന്വേഷിച്ച് പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? There are some people who, in spite of their own difficulties, സ്വന്തം ബുദ്ധിമുട്ടുകളെ മറന്നുകൊണ്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് പ്രോബ്ലംസ്, മറ്റുള്ളവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആൻഡ് റെഡി ടു ഹെൽപ്പ് ദം, മറ്റുള്ളവരെ സഹായിക്കാൻ റെഡി ആയിട്ടുള്ള. സ്വന്തം പ്രോബ്ലംസ് അത് അവിടെ ഉണ്ടാവും, ഓക്കെ. അതിനെ മറികടന്നുകൊണ്ട് സ്വന്തം കഴിവുകേടുകളും അല്ലെങ്കിൽ കുറവുകളെയും മാനിക്കാതെ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് പരിഹരിക്കാൻ പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. സച്ച് പീപ്പിൾ ആർ റിയൽ ഹീറോസ്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ റിയൽ ഹീറോസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഈ സ്റ്റോറിക്കകത്ത് എന്തോ ഒരു ഹീറോയിസം കിടക്കുന്നുണ്ട്. അതെന്താന്ന് നോക്കാം കേട്ടോ. ലെറ്റ് us read the text. ഇതിനകത്ത് നോക്കൂ, കുറച്ച് ക്വസ്റ്റ്യൻസ്, നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണ്. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ ഓൺ സീയിങ് എ ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺ? ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺ എന്നാ പറയുന്നത് കേട്ടോ. ഒരു നമുക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ്, ഒരു വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകൾ. ഡിസേബിൾഡ് എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് ചില കുറവുകളുള്ള, നോർമൽ ഒരു വ്യക്തിക്കുള്ള പോലെയല്ലാത്ത എന്തൊക്കെയോ ചില കുറവുകളുള്ള ഒരാളുകളെ കാണുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? ഡു യു തിങ്ക് ദാറ്റ് ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ ക്യാൻ ബി സെൽഫ് റിലയന്റ് ആൻഡ് എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യമുള്ള ആളുകൾക്ക് സ്വന്തമായി ജോലി ചെയ്യാനും ഇക്കണോമിക്കലി ഫിനാൻഷ്യലി വെൽ സൗണ്ട് ആവാനും സാധിക്കുമെന്ന്, ഇൻഡിപെൻഡന്റ് ആവാൻ, അതായത് സ്വന്തമായി ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ? ഇങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ സൊസൈറ്റിയുടെ പൊതുവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? What are the different ways in which differently abled people contribute to our society? എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? What can society and the government do to make their contribution even better and bigger? ഇത്തരത്തിലുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷന് വേണ്ടി നമ്മുടെ ഗവൺമെന്റും സൊസൈറ്റിയും എന്തൊക്കെയാണ് ചെയ്യുന്നത്? സോ ദർ ഇസ് എ പിക്ചർ. ഈ പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇദ്ദേഹം ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ് അല്ലെ, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ബ്ലൈൻഡ്നെസ് കണ്ടോ, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാള് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആൾക്ക് എങ്ങനെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്.
Let us read the story of Contiba, who is visually challenged. Visually, കാഴ്ചയ്ക്ക് ചാലഞ്ചിങ് ഉള്ള മീൻസ് ബ്ലൈൻഡ് ആയിട്ടുള്ള കോൺടിബയുടെ സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ലെറ്റ് us find out what he does and make him a hero and helps him to become economically independent. ബ്ലൈൻഡ് ആയിട്ടുള്ള കോൺടിബ എന്ത് ഹീറോയിസം ആണ് കാണിച്ചത്, എങ്ങനെയാണ് എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആയത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Contiba Gaekwad hated begging. അപ്പൊ കോൺടിബയുടെ ഫുൾ നെയിം ആണ് Contiba Gaekwad. Hated begging. അങ്ങനെ ബെഗ് ചെയ്ത് യാചിച്ച് ജീവിക്കുന്നതിനോട് കോൺടിബയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. But the famine in Maharashtra in 1972 to 73, I mean കോൺടിബയുടെ വീട്ടിൽ, അതായത് 1972-73 കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയാണ് അദ്ദേഹത്തിന്റെ നാട്. അവിടെയുള്ള സ്ത്രീകൾ, അതായത് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സ്ത്രീകൾ, കുടുംബത്തിലുള്ള ആളുകൾ ഹാഡ് ഡ്രിവൺ ഹിം ഫ്രം ഹിസ് ഹോം, വീട്ടിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞയച്ചു. മീൻസ് ആളെ ജോലിക്ക് പറഞ്ഞയച്ചു. ഇൻ ഔറംഗാബാദ് ടു മുംബൈയിലേക്ക് പറഞ്ഞയച്ചു. ഇൻ സെർച്ച് ഓഫ് ബ്രെഡ്. ഇൻ സെർച്ച് ഓഫ് ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിനുള്ള, ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടുള്ള, നിത്യവേതനത്തിന് വേണ്ടിയിട്ടുള്ള, ഭക്ഷണത്തിന് ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസ സമ്പാദിക്കാൻ പറഞ്ഞു വെച്ചു. At first he had tried selling brooms. Unfortunately he had little luck selling his goods. Brooms എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂലുകൾ കേട്ടോ. അപ്പൊ അദ്ദേഹം ആദ്യം ചൂല് വിൽക്കാനായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള കച്ചവടമൊന്നും നടന്നില്ല. He soon learned that Mumbai is generous to beggars, especially blind beggars. മുംബൈ നഗരം കണ്ണു കാണാത്ത അന്ധന്മാരായ യാചകർക്ക് വളരെ ഫിനാൻഷ്യലി അവർക്ക് ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നും ഇദ്ദേഹം മനസ്സിലാക്കി. 25-year-old Contiba was blind. കോൺടിബ എന്ന് പറയുന്ന 25 വയസ്സുകാരൻ അന്ധനായിരുന്നു. He had become blind with smallpox at the age of 8. 8-ാമത്തെ വയസ്സിൽ സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖം വന്നിട്ടാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. അതിനർത്ഥം ജനിക്കുമ്പോഴേ അന്ധനല്ല, ഓക്കെ, കാഴ്ചയുള്ള ആളായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ചാപ്റ്ററിൽ നമുക്ക് ഈച്ച് ആൻഡ് എവറി ലൈൻ അല്ലെങ്കിൽ അതിന്റെ മീനിങ് അറിയണമെന്നില്ല, പക്ഷേ ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ എത്രാമത്തെ വയസ്സിലായിരുന്നു ബ്ലൈൻഡ് ആയത്? 8, ഏജ് ഓഫ് 8. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ചേ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഓവറോൾ ആ ഒരു പാരഗ്രാഫിന്റെ മീനിങ് മനസ്സിലായാൽ മതി. ഇറ്റ് വാസ് ക്ലൗഡി ഡേ ഇൻ ഗോലിബാർ. അപ്പൊ അത് അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഗോലിബാർ. എ ലാർജ് സ്ലം കോളനി ഇൻ ഘാട്ട്കോപ്പർ, നോർത്ത് ഈസ്റ്റ് ഓഫ് മുംബൈ. മുംബൈയിലെ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ഘാട്ട്കോപ്പറിലെ ഒരു കോളനി, സ്ലം, ചേരി പ്രദേശമായിരുന്നു ഗോലിബാർ. ഈ ഗോലിബാറിലാണ് നമ്മുടെ ആര് താമസിക്കുന്നത്? കോൺടിബ താമസിക്കുന്നത്. ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? കോൺടിബ lived here with തുക്കാറാം and തുക്കാറാം's wife യെലൻ ബായ്. അപ്പൊ ഇതൊക്കെ വളരെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. തുക്കാറാമിന്റെയും തുക്കാറാമിന്റെ വൈഫ് എലൻ ബായുടെയും കൂടെയാണ് കോൺടിബ താമസിക്കുന്നത്. 25 years old. It was the end of monsoon. മൺസൂൺ കാലഘട്ടത്തിന്റെ അവസാനമായിട്ടുണ്ടായിരുന്നു. ഐ മീൻ വെദർ കണ്ടീഷൻ ആണ് പറയുന്നത്. In the middle of an open area in the colony there was a well. Okay, ആ ഒരു സ്ലം ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മിഡില് അവിടെ എന്തുണ്ടായിരുന്നു? ഒരു വെൽ മീൻസ് കിണർ, ഒരു കിണറുണ്ടായിരുന്നു. പക്ഷെ ഈ കിണർ ഒരു സാധാരണ കിണർ ആയിരുന്നില്ല. കിണറിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫുൾ ഓഫ് ബ്ലാക്കിഷ് ഗ്രീൻ വാട്ടർ. അതിനകത്തുള്ള വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുപ്പും പച്ചയും കളർന്നിട്ടുള്ള, മീൻസ് പായൽ നിറഞ്ഞിട്ടുള്ള വെള്ളമായിരുന്നു. നത്തിങ് കുഡ് ബി സീൻ, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മോർ ദാൻ എ ഫ്യൂ സെന്റിമീറ്റേഴ്സ് ബിലോ ദ സർഫേസ്. ഉപരിതലത്തിന്റെ കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അത്രയും കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കിണറിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാട്ടോ. The well was highly useful to the people who lived in the surrounding huts.
They had dug it 2 years before because the only water tap in the colony was not enough for the slum's growing population. ആ ചേരി പ്രദേശത്തുള്ള ആളുകൾക്ക് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു വാട്ടർ ടാപ്പാണ്. ആ വാട്ടർ ടാപ്പിലുള്ള വെള്ളം കൊണ്ട് അവർക്ക് തികയാതെ വന്നത് കൊണ്ട് തന്നെ 2 വർഷം മുന്നെയാണ് അവർ ഈ കിണർ ഡിഗ് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. They had never been any money for a wall around the well. അവരുടെ കയ്യില് ഈ ഒരു കിണറാകുമ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെ വാൾ കിട്ടും അല്ലെ, ഒരു പ്രൊട്ടക്ഷൻ പോലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉള്ള പണമൊന്നും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ സ്ലം ഏരിയ, ചേരി പ്രദേശമാണ്. അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത കിണറായിരുന്നു അത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. The mouth of the well had gradually widened as the soil and rocks on the sides fell in. ഓക്കെ, സൈഡ് ഭാഗത്തുള്ള കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ ഇടിഞ്ഞിഴിഞ്ഞ് ഇതിങ്ങനെ വീതി കൂടി ഐ മീൻ കിണർ ഭയാനകമായ കണ്ടീഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. The bottom was narrow, muddy and filled with weeds. ഇതിന്റെ താഴെ ഭാഗം വളരെ ഇടുങ്ങിയതും കുറെ മണ്ണുകൾ നിറഞ്ഞിട്ടുള്ളതും വീഡ്സ് പായലുകളൊക്കെ കൊണ്ട് കംപ്ലീറ്റഡ് ആണ് ഈ കിണർ. സോ ദ വെൽ വാസ് ഡേഞ്ചറസ്. കിണർ വളരെ അപകടകരമായ ഒരു കിണറാണ്. ബട്ട് എന്നിരുന്നാൽ പോലും ഇറ്റ് ഹാഡ് ബീൻ ദർ ഫോർ സോ ലോങ് ദാറ്റ് നോ വൺ വറീഡ് അബൌട്ട് ഇറ്റ്. ആർക്കും ഇതിനെക്കുറിച്ച് ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ കണ്ടീഷൻ എന്നിൽ പോലും അതിന് പ്രൊട്ടക്ഷൻ വാൾ ഇല്ല, പിന്നെ സൈഡുകളൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു, താഴെയാണെങ്കിൽ മഡിയാണ്, മഡി മീൻസ് മണ്ണാണ്. എന്നിരുന്നാൽ പോലും ആരും ഇതിനെക്കുറിച്ച് വറീഡ് ആയിരുന്നില്ല. ഇറ്റ് സീം ഹാംലെസ്. ആരെയും ഇത് ഉപദ്രവിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു കിണറായി എല്ലാവരും അതിൽ നിന്നും വെള്ളം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. Contiba had returned to the slum to eat a little food which Yelenbai had prepared. Yelenbai prepare ചെയ്ത് വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ കോൺടിബ വീട്ടിലേക്ക് വരുമായിരുന്നു. His days begging usually ended when he had collected 5 to 6 in his small gunny bag. അന്നത്തെ കാലത്ത് 1972 ആണ് കേട്ടോ. അപ്പൊ 5-6 രൂപ കയ്യിലായി കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും? തിരിച്ച് വീട്ടിലേക്ക് വരും. അന്നത്തെ കാലത്ത് 5-6 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. 1972-73 കാലഘട്ടത്തിലാണ്. അപ്പൊ അത്രയും എമൗണ്ട് ആയി കഴിഞ്ഞാൽ ആള് തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന ഒരു ദിവസം സഡൻലി there were shouts and sounds of great confusion. Contiba and Yelenbai were startled. Someone's fallen in the well. They heard a woman cry. പെട്ടെന്ന് തന്നെ അവരൊരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഇപ്പോ കേൾക്കുന്നത് എന്താണ്? someone's fallen in the well. കിണറ്റിലേക്ക് ആരോ വീണിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ. Contiba set aside his meal and said urgently, "Quick, let me there." Within a minute, the blind beggar and the woman reached the well and pushed their way through a small group at the mouth of the well. In seconds, Contiba, okay, അങ്ങനെ പറയുവാണ്, ക്വിക്ക് ലെറ്റ് മീ ദർ, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ എന്ന് കോൺടിബ യെലൻബായിനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ എത്തി. In seconds, Contiba pulled off his shirt and slipped into the water. എന്ത് ചെയ്തു? ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റിയിട്ട് slipped into the water. വെള്ളത്തിലേക്ക് വീണു, വെള്ളത്തിലേക്ക് ചാടി. 2 boys were already padding around trying to find young Aravind, who had fallen off a tree trunk while drawing water. The boys could not dive. Okay, already 2 കുട്ടികൾ ഈ കിണറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വീണുപോയ അരവിന്ദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? ദേ കുഡ് നോട്ട് ഡൈവ്. അവരതിന്റെ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ജസ്റ്റ് താഴെ ഭാഗത്തെത്തി ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഉള്ളിലേക്ക് പോവാത്തതിന്റെ ഒരു കാരണം ബ്ലാക്കിഷ് ഗ്രീനിഷ് വാട്ടർ ആണ്, പാഡിയാണ്, മഡിയുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഡിസ്റ്റർബൻസുകൾ ആ കിണറിനകത്തുണ്ട്. പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ നമ്മുടെ കോൺടിബ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. Contiba had been a good swimmer as a young boy before he lost his sight. നമുക്കതിനെ മനസ്സിലാവൂല്ലേ അതിന്റെ മീനിങ്? കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുൻപ് കോൺടിബ ഒരു നല്ല സ്വിമ്മർ ആയിരുന്നു. ആസ് എ യങ്, ആളുടെ യങ് ടൈമില്, അതായത് 8 വയസ്സിന് മുൻപ്.
But years of poverty had made him weak. കാലത്തിന്റെ ദാരിദ്ര്യം, പോവർട്ടി കാരണം ആളുടെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീക്ക്, ദുർബലനായിട്ടുണ്ടായിരുന്നു. Once he had been able to dive deep into the wells around his village to pick up shining bits of broken pottery that he and his friends would throw in as a part of game. Once, പണ്ട് കാലത്ത്, he had been, ആൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. He had been able to dive deep into the wells. കിണറിന്റെ വളരെ ആഴത്തിലേക്ക് ഡീപ്പായിട്ട് മുങ്ങാങ്കുഴി ഇടാനുള്ള കഴിവ് ആൾക്കുണ്ടായിരുന്നു. പണ്ട് കളിക്കുന്ന പ്രായത്തില് പോട്ടറി മീൻസ് ചെറിയ കുടം, ഈ കുടത്തിന്റെ പൊട്ട് കഷ്ണങ്ങൾ എന്ത് ചെയ്യും, കിണറ്റിലേക്ക് ഇടും. എന്നിട്ട് അത് പിക്ക് ചെയ്യാൻ വേണ്ടി ഡൈവ് ചെയ്ത് കിണറ്റിലേക്ക് ഇറങ്ങി ഡൈവ് ചെയ്ത് അത് കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ദാറ്റ് വാസ് ദെയർ ഗെയിം. അപ്പൊ അത്രയും നല്ലൊരു സ്വിമ്മർ ആയിരുന്നു, അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് ഡൈവ് ചെയ്യാനും ധൈര്യശാലിയുമായിരുന്നു നമ്മുടെ ആര്, കോൺടിബ എന്നാണ് പറയുന്നത്. But it had been many years since he had tried to hold his breath long enough to get to the bottom of a well. പക്ഷെ അതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപാണ് അല്ലെ. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് ഇൻ ദ സെൻസ് കാഴ്ചയില്ല, പിന്നെ പോവർട്ടി കാരണം ബോഡി വീക്കാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് അതായത് വെള്ളത്തിന് അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രീത്ത് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ ബ്രീത്തിങ് ഹോൾഡ് ചെയ്തിട്ട് ഒരുപാട് സമയം നിൽക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഒക്കെ നമ്മുടെ കോൺടിബയ്ക്ക് ഇന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമാണ്. കോൺടിബ floated on the surface for a moment, then took a deep breath and dived, carefully feeling his way along the rocks on the side of well. He reached the bottom. His feet sank into the soft mud. He felt nothing but the mud and the slippery weeds. Tired and with his breath running out, he came to the surface. Okay, കോൺടിബ വെള്ളത്തിന്റെ അകത്തേക്ക് പോകുന്നു, ഇടക്കളിലേക്ക് പൊങ്ങി വരുന്നു അല്ലെ. എന്നിട്ട് വീണ്ടും കെയർഫുള്ളി ഫീലിംഗ് ഹിസ് വേ അലോങ് ദ റോക്സ് ഓൺ ദ സൈഡ് ഓഫ് എ വെൽ. അപ്പൊ കിണറിന്റെ സൈഡിലുള്ള കല്ലുകള് മറ്റും എല്ലാം അദ്ദേഹം എല്ലാം ഒന്ന് അളവെടുത്ത് ബോട്ടമിലേക്ക് പോകും. ബോട്ടം മീൻസ് താഴേക്ക് പോകുന്നു. കാല് കുത്തുന്നത് സോഫ്റ്റ് മഡിലാണ്, മണ്ണിലാണ്, താഴെയുള്ള മണ്ണിൽ കാല് കുത്തുന്നു. പിന്നെ അവിടെയുള്ളത് കുറെ സ്ലിപ്പറി വീഡ്സ് ആണ്. ഇതിനപ്പുറം മറ്റൊന്നും ആള് കാണുന്നില്ല. ടയേർഡ് ആവുന്ന സമയത്ത് തിരിച്ചു മുകളിലേക്ക് കയറുന്നു. It was now 2 minutes since Aravind had fallen in. 2 മിനിറ്റ് ആയി അരവിന്ദ് വെള്ളത്തിലേക്ക് വീണിട്ട്. His aunt with whom he lived was at the well. ആന്റി എന്താണ്, അരവിന്ദ് ആന്റിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ ഈ ആന്റി കിണറിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. As Contiba surfaced without the boy, he heard her wailing. കോൺടിബ ബ്രീത്ത് എടുക്കാൻ വേണ്ടി ബോട്ടമിന്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ആന്റി ഇങ്ങനെ താഴേക്ക് നോക്കും, ഇല്ല, അരവിന്ദ് കൂടെ ഇല്ല. അപ്പൊ വീണ്ടും വെയിലിംഗ്, തേങ്ങിക്കരയും. അപ്പൊ ഈ കരച്ചിൽ ആര് കേൾക്കുന്നുണ്ട്, നമ്മുടെ കോൺടിബ കേൾക്കുന്നുണ്ട്. The blind man took another deep breath and vanished into the muddy depth. അപ്പൊ വീണ്ടും നന്നായിട്ട് ബ്രീത്തിങ് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, വെള്ളത്തിലേക്ക്, മഡിയിലേക്ക്, മണ്ണിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകും. His first dive had given him a good idea of the shape of the well. ആദ്യം മുങ്ങാങ്കുഴി ഇട്ടപ്പോൾ ആൾക്ക് ഏകദേശം കിണറിന്റെ ഒരു ഷേപ്പും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ പറ്റി. So he went straight down and tried to search the bottom with his hands. അങ്ങനെ ഒന്നും കൂടെ താഴേക്ക് പോയി കൈകൾ കൊണ്ട് പരതുകയാണ് നമ്മുടെ അരവിന്ദിനെ എവിടെയെങ്കിലും കാണുമോ എന്നറിയാൻ. ബിക്കോസ് ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ലല്ലോ, ടച്ച് ചെയ്തല്ലേ അറിയാൻ പറ്റും. They slipped in the mud and got caught in the weeds. There was still no sign of the boy. അങ്ങനെ അതിലുള്ള പായലുകളിൽ കാലെടുക്കുന്നു, കാല് തട്ടുന്നു, മണ്ണിൽ കാലെടുക്കുന്നു, പക്ഷെ അരവിന്ദിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. His lungs were nearly bursting. He rose to the top once again. He had been down longer than the first time. So the women and children were getting more and more excited. When his head appeared above the water,
The crowd gave a sign of disappointment. ആദ്യത്തേതിനെക്കാട്ടിലും കൂടുതൽ സമയം അവന് വെള്ളത്തിനടിയിൽ നിൽക്കാനും സെർച്ച് ചെയ്യാനും പറ്റി. ബിക്കോസ് പ്രാക്ടീസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുകളിൽ ഇരിക്കുന്ന ആളുകൾ മീൻസ് സ്ത്രീകളും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഓക്കെ, കോണ്ടിബ ഫൈൻഡ് ഔട്ട് ചെയ്യും, വെള്ളത്തിനടിയിൽ നിന്നും അരവിന്ദിനെ രക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടെയുള്ളവർക്കുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ കോണ്ടിബ മുകളിലേക്ക് പൊങ്ങി വരുന്നു, അരവിന്ദ് ഇല്ലാതെ പൊങ്ങി വരുന്നു, അപ്പോഴൊക്കെ മുകളിൽ ഇരിക്കുന്നവർ, കിണറിന് മുകളിൽ ഇരിക്കുന്നവർ നിരാശരാകുന്നു. ഡിസപ്പോയിന്റ്മെന്റ്, നിരാശരാകുന്നു. Never in all the years of his blindness had Contiba missed his vision so much. If only he could see, he might be able to find the drowning boy. He did not know that even normal eyes would never have been able to see in muddy water. Actually, അവൻ ചിന്തിക്കുകയാണ്, എനിക്ക് കാഴ്ചശക്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ കുട്ടീനെ കണ്ടുപിടിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവന് മനസ്സിലാവുന്നില്ല, ഹിഡിനോ, അവൻ അറിയില്ല ദാറ്റ് ഒരു നോർമൽ ആളിന് പോലും ഈ മഡി വാട്ടറിൽ നിന്നും ഇവനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസി ടാസ്ക് അല്ല എന്ന് അവൻ അറിയണ്ടായിരുന്നില്ല. ഹീസ് തിങ്കിങ് ലൈക്ക് ഐ എം എ ബ്ലൈൻഡ്, സോ ഹൗ ക്യാൻ ഐ ഫൈൻഡ് ഔട്ട്. ഞാനൊരു ബ്ലൈൻഡ് ആണ്, എനിക്ക് കാഴ്ചശക്തി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാമായിരുന്നു എന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Contiba was very tired, but he knew he was Aravind's only hope. He worked as fast as he could, feeling his way through the mud and the weeds. Aravind must be here. He thought he cannot have vanished. Okay, ആളിങ്ങനെ ഫുള്ളി ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആൾക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ബോഡി ടയേർഡ് ആവുന്നുണ്ട്. പക്ഷെ അവനറിയാം ഹി വാസ് അരവിന്ദ്സ് ഓൺലി ഹോപ്പ്. അരവിന്ദിന്റെ ആകെയുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കോണ്ടിബ മാത്രമാണ് എന്ന് അവനൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. സോ അവൻ ഒരിക്കലും അരവിന്ദിന് ഈ കിണറിൽ നിന്നും എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ. ഹി വിൽ ബി ഹിയർ സംവെയർ എൽസ്, ഇവിടെ എവിടെയോ ഉണ്ടാവും. അവന് ഇവിടുന്ന് ഹി കനോട്ട് ബി വാനിഷ്ഡ്, അവന് ഇവിടുന്ന് എങ്ങോട്ടേക്കും വാനിഷ് ആവാനൊന്നും സാധിക്കില്ല, മീൻസ് അപ്രത്യക്ഷനാവാൻ സാധിക്കില്ല. സോ ഇവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ കോണ്ടിബ വീണ്ടും അവനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Contiba's ribs were aching. Aching means painful ആയി, വേദന എടുത്തുകൊണ്ടിരിക്കുന്നു. റിബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടെല്ലുകള്. ഓക്കെ, ബോൺസ്. He couldn't hold his breath much longer. കൂടുതൽ ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നു. Then just as he was about to twist his body upright and kick himself to the surface. ഓക്കെ, അടിയിൽ നിന്നും താഴെ കാല് കുത്തി മുകളിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് his finger felt something soft among the weeds. ആ വീഡ്സിന്റെ ഇടയിൽ, പായലുകൾക്കിടയിൽ ആളുടെ വിരലുകൾ എവിടെയോ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ടച്ച് ചെയ്ത പോലെ ആയിട്ട് തോന്നി. Clothes. He moved his hand further and touched Aravind's leg. അതെന്തോ ഒരു വസ്ത്രം, ഡ്രസ്സാണെന്ന് അവന് മനസ്സിലായി. പിന്നെ കൈകൊണ്ട് അവിടെ താഴെ പരതിയപ്പോൾ അരവിന്ദിന്റെ കാലിൽ ടച്ച് ചെയ്തു. The boy's body was held in the mud and weeds. ഈ മണ്ണിനടിയിൽ പെട്ടുപോയിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ ശരീരം. Contiba's heart was beating painfully. He badly needed to breathe. He felt desperately for something to hold in order to pull Aravind up and out of the net he was in. അപ്പൊ അരവിന്ദ് ഒരു നെറ്റിനകത്താണ് അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നെറ്റിൽ നിന്നും അരവിന്ദിനെ പുള്ള് ചെയ്യണമെങ്കിൽ കോണ്ടിബയ്ക്ക് കുറച്ച് പവർ വേണമായിരുന്നു. ആള് വളരെയധികം ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടി, ആൾ ഒരുപാട് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കോണ്ടിബയ്ക്ക് ശരിക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. Suddenly he felt Aravind's belt. അരവിന്ദിന്റെ ബെൽറ്റില് നമ്മുടെ കോണ്ടിബയ്ക്ക് ഒരു പിടുത്തം കിട്ടി. Holding it tightly with his right hand, വലത്ത് കൈകൊണ്ട് ഈ ബെൽറ്റിൽ പിടിച്ചു, മുറുകെ പിടിച്ചിട്ട് he pulled the lad free, turned it about and pushed up. His spine and muscles ached. This almost stopped his movements. His weak, starved body fought against what his mind told him he must do. Okay, ഞാൻ ചെയ്യണം, ഞാൻ മാത്രമേ ഉള്ളൂ ഇനി അരവിന്ദിന് എന്നൊക്കെയുള്ള മനസ്സ് പറയുന്നുണ്ടെങ്കിലും വീക്കായിക്കൊണ്ടിരിക്കുന്ന ശരീരം, പട്ടിണി കിടക്കുന്ന ശരീരം, സ്റ്റാഫ്ഡ് ബോഡി, സ്റ്റാവിങ് മീൻസ് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ശരീരം, ഐ മീൻ
പോവർട്ടി, ദാരിദ്ര്യം ഉള്ള ഈ ശരീരം അദ്ദേഹത്തിന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ചലിക്കാൻ അതിനോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അരവിന്ദനെ രക്ഷിക്കൽ നിർബന്ധമാണ്. സോ അരവിന്ദന്റെ ബെൽറ്റിൽ പിടിമുറുക്കുകയും എന്നിട്ട് മണ്ണിൽ ശക്തിയായിട്ട് പുൾ ചെയ്തു. അങ്ങനെ അവര് മുകളിലേക്ക് പൊന്തി. കീപ്പിംഗ് ദ ടൈറ്റ് ഹോൾഡ് ഓൺ ബോയ്സ് belt, Contiba struggled to push himself upwards with his free hand and feet. Yes, ബെൽറ്റിൽ പിടിച്ചിട്ട് മുകളിലേക്ക് പുഷ് ചെയ്യാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു കോൺടിബ. It seemed a long time before he rose the 6 meters from the bottom and broke surface. Okay, ഏകദേശം കുറച്ചധികം സമയമായി ആള് മുകളിലേക്ക് പൊങ്ങിയിട്ട്. While he gasped for breath, other hands quickly lifted Aravind up and out of the well. Okay, താഴെ ഓൾറെഡി 2 കുട്ടികൾ വേറെയും കിണറിനകത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഹെൽപ്പോട് കൂടി കോൺടിബ എന്ത് ചെയ്തു? അരവിന്ദിനെ മുകളിലേക്ക് ഔട്ട് ഓഫ് ദ വെൽ, കിണറിന്റെ പുറത്തേക്ക് എടുത്തിട്ടു. കോൺടിബ ഹെൽഡ് ഓൺ ടു ദ വെൽസ് റോക്കി സൈഡ്, ഹിസ് ഐസ് ക്ലോസ്ഡ്. അങ്ങനെ കോൺടിബയും മുകളിലെത്തി. ഹിസ് ബോഡി വാസ് ടയേർഡ്, കണ്ണുകൾ അടച്ചു കിടന്നു കുറച്ചു നേരം കോൺടിബ. ഹി ഹേർഡ്, ആൾ കേൾക്കുന്നുണ്ടായിരുന്നു, ബട്ട് paid little attention to the sounds of people trying to give Aravind artificial respiration. ആളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതിന് ആൾ കൂടുതൽ അറ്റൻഷൻ ശ്രദ്ധിച്ചില്ല. അത് അരവിന്ദന് ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ഫൈനലി ദ ബോയ് ബിഗാൻ ടു വോമിറ്റ് വാട്ടർ. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ അരവിന്ദ് പുറത്തേക്ക് വെള്ളം വോമിറ്റ് ചെയ്തു. മീൻസ് ആള് ബ്രീത്ത് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരുന്നു. Cries to joy came to Contiba, still holding tightly to the side of the well. ഓക്കെ, കിണറിന്റെ ഒരു സൈഡിൽ പിടിച്ചിട്ട് കിടക്കായിരുന്നുള്ള കോൺടിബയ്ക്ക് സന്തോഷം ഫീൽ ചെയ്തു എന്നുള്ളതാണ്. Then Aravind was hurried away to the hospital. അരവിന്ദിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. Of course, ഹോസ്പിറ്റലിൽ എത്തി. A man helped Contiba out of the well and a woman patted him affectionately on the shoulder. Yelenbai led him back to the hut. ഓക്കെ, ഒരാളിങ്ങനെ കോൺടിബേനെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടി. ഓക്കെ, ഒരു സ്ത്രീ കോൺടിബേനെ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇങ്ങനെ ഷോൾഡറിൽ പാറ്റ് ചെയ്തു. മീൻസ് ഇങ്ങനെ തലോടി തട്ടി. എലൻബായി, നമ്മുടെ എലൻബായി, തുഖറാമിന്റെ വൈഫ് എലൻബായി കോൺടിബേനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. There Contiba put on his clothes, അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ടും finished his half-eaten meal and fell asleep. പകുതി വെച്ച ഭക്ഷണം വീണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് ഉറങ്ങാൻ കിടന്നു. That evening, a police officer came to tell the blind beggar that the boy he had saved would be all right. Contiba later learned that if the boy had been in the well longer, his brain would certainly have been damaged from lack of oxygen. And Contiba had saved him just in time. See, ഒരു പോലീസ് ഓഫീസർ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു, കുട്ടി അരവിന്ദ് കുറച്ചധികം സമയം കൂടി വെള്ളത്തിൽ തന്നെ, ആ മടിയിൽ തന്നെ കിടക്കുമായിരുന്നെങ്കിൽ ഓക്സിജൻ കിട്ടാതെ വന്ന് അദ്ദേഹത്തിന്റെ ബ്രെയിനിനെ അത് ഡാമേജ് ആക്കുമായിരുന്നു. സോ കറക്റ്റ് സമയത്ത് കോൺടിബ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന സന്തോഷ വാർത്ത ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് കോൺടിബേനെ അറിയിച്ചു. The next afternoon, Aravind returned to Golibar. Aravind തിരിച്ച് ഗോലിബർ അവർ താമസിക്കുന്ന സ്ലം ഏരിയയിലേക്ക് വന്നു. He went at once to Contiba and while his aunt watched with tears in her eyes, he touched Contiba's feet in gratitude. നമ്മുടെ അരവിന്ദും അരവിന്ദന്റെ അമ്മായിയും ആന്റിയും കോൺടിബയുടെ വീട്ടിൽ വന്നു. സന്തോഷം കൊണ്ടുള്ള കരച്ചില്, അതുപോലെ കോൺടിബയുടെ കാലിൽ തൊട്ട് നന്ദി പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു സ്നേഹപ്രകടനമാണ് അവർ കാണിക്കുന്നത്. Indeed, സത്യത്തിൽ Contiba had saved a life. ഒരു ജീവൻ രക്ഷിച്ചു അല്ലെ. But his aunt still had to go on. But ആൾക്ക് still go on. Go on means continue. Life has to go on. ആളുടെ ജീവിതം ആൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു. ജീവിതം means what type of life? Beggar, begging.
For him, that meant begging. ആളൊരു beggar ആണല്ലോ. By afternoon, Contiba was back on the streets of Mumbai with his gunny sack. Okay, അന്ന് വൈകുന്നേരം തന്നെ കോൺടിബ തന്റെ ബാഗുമായിട്ട് ബെഗിങ്ങിന് പോയി. However, word soon began to spread about the beggar's courage. ഈ ഒരു ബെഗറിന്റെ ധൈര്യം അവരുടെ നാടുകൾ അവിടെ മൊത്തം ലോക്കലിൽ മൊത്തം പരന്നുകൊണ്ടിരുന്നു. His picture and the story of his daring rescue were published in many national and local papers. പല പേപ്പറുകളിലും മാഗസിൻസിലും മറ്റുമൊക്കെ എന്താണ് ഈ ഒരു ബെഗറിന്റെ ഈ റെസ്ക്യൂ, അതും ബ്ലൈൻഡ് ബെഗറിന്റെ ഈ റെസ്ക്യൂ, ഈ രക്ഷപ്പെടുത്തൽ പല പേപ്പറുകളിലും മറ്റുമെല്ലാം പബ്ലിഷ്ഡ് ആയി. സഡൻലി കോൺടിബ became a hero. അങ്ങനെ കോൺടിബേനെ ലോകം അറിഞ്ഞു തുടങ്ങി. He was praised by the governor, the chief minister of Maharashtra and other officials. ഗവർണർ, ചീഫ് മിനിസ്റ്റർ ഇവരെല്ലാവരും തന്നെ കോൺടിബേനെ പ്രശംസിച്ചു. റിവാർഡ് ടു ടോട്ടലിംഗ് 12,000 എമൗണ്ട് ആണ് കേട്ടോ അത്. ഫോർ എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്ക്, മാസങ്ങൾക്ക് ശേഷം he was given a home in a home for the blind. അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു. Here he learned some skills such as bottling and the weaving of chair seats. Okay, അങ്ങനെ സീറ്റുകൾക്ക്, ചെയറുകൾക്ക് സീറ്റ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ബോട്ടിലിങ്ങും അങ്ങനത്തെ കുറെ സ്കില്ലുകൾ ആള് പഠിച്ചെടുത്തു എന്നുള്ളതാണ് പിന്നീട്. അതായത് ബെഗിങ് ആള് നിർത്തി, ആൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് കിട്ടി, കുറെ പൈസ കിട്ടി, അങ്ങനെ എന്ത് ചെയ്തു, സ്വന്തമായി ചെറിയ ചെറിയ സ്കില്ലുകൾ പഠിച്ചെടുത്ത് അതിലൂടെ ബിസിനസ് ചെയ്ത്, ഐ മീൻ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ടുഡേ കോൺടിബ lives in ജൽന. ജൽന എന്ന് പറയുന്ന സ്ഥലത്ത് കോൺടിബ ജീവിക്കുന്നു. എ മാർക്കറ്റ് ടൗൺ ക്ലോസ് ടു ഹിസ് നേറ്റീവ് വില്ലേജ്. ആളുടെ തന്നെ സ്ഥലത്തുള്ള ഒരു വില്ലേജിന്റെ അടുത്തുള്ള ഒരു മാർക്കറ്റ് ടൗണിലാണ് ജീവിക്കുന്നത്. He has married a local girl and runs a small business. ഒരു നോർമൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ചെറിയൊരു ബിസിനസ്സുമായിട്ട് ജീവിക്കുന്നു. കോൺടിബ Kegward's bravery and determination. അദ്ദേഹത്തിന്റെ ധൈര്യവും ഉറച്ച തീരുമാനവും, ടു ഫൈൻഡ് ദ ബോയ്, ആ കുട്ടിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഉറച്ച തീരുമാനവും അദ്ദേഹത്തിന്റെ ധൈര്യവും ഹാഡ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. ആ ധൈര്യവും ആ ധീരതയും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചു. ദ ബെഗർ ഹു ഹേറ്റഡ് ബെഗിങ് നീഡ് നെവർ ബെഗ് അഗെയിൻ. ബെഗിങ്ങിനെ വെറുക്കുന്ന ബെഗർ എന്താണ്, ഒരിക്കലും ബെഗ് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. സോ ചെറിയൊരു ഫിലിം സ്റ്റോറി കേൾക്കുന്നത് പോലെ അല്ലെ, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ഇതിനകത്ത് ഈച്ച് ആൻഡ് എവറി ലൈൻ നിങ്ങൾ പഠിക്കണമെന്നോ മനസ്സിലാക്കണമെന്നോ എന്നില്ല, പക്ഷേ യു ഷുഡ് നോ വാട്ട് ഈസ് ദ സ്റ്റോറി. അതിനകത്തുള്ള ക്യാരക്ടേഴ്സിന്റെ പേര്, സ്ഥലപ്പേര്, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. സോ റീഡ് ദ സ്റ്റോറി വൺസ് ബിഫോർ കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, have a nice day.